ഹായ്, റസന ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴിതാ ഇത് നോക്കേ, നമുക്കൊരു കിഴക്കേഞ്ഞ് കിളച്ചെടുത്താലോ. അങ്ങനെ ഒരു മൂടിഞ്ഞ് കിളച്ചെടുത്ത് ഇന്ന് ഞാൻ വിചാരിച്ചു രാത്രിയിൽ നമുക്ക് കാപ്പിക്ക് ഇതെടുക്കാവുന്നു, പുഴുക്കെടുക്കാവുന്ന കേട്ടോ. അപ്പോഴേ ഓരോ മൂടിഞ്ഞ് കിളച്ചെടുത്താലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് കിഴക്ക് തന്നെ ആദ്യമേ നമുക്കിഞ്ഞ് കിളച്ചെടുക്കാം. അപ്പോഴേ 2-3 ദിവസം ആയതേ ഉള്ളൂ മഴ പെയ്യാതിരുന്നിട്ട്. എന്നിട്ട് പോലും എന്താ നല്ല കട്ടിയുണ്ട്. കിളയ്ക്കാൻ നേരത്ത് കിളയ്ക്കാൻ നോക്കിയപ്പം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മരങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടാണ് ഞാനിതൊക്കെ നട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മണ്ണങ്ങ് ഡ്രൈ ആയി പോവും. അങ്ങനെ കിഴക്ക ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കട്ടി തറയായത് കൊണ്ട് തന്നെ നല്ല പാടുണ്ട്. എന്നാലും എന്താ നമ്മൾ കിളച്ചെടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇച്ചിരി ഒടിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അയ്യോ, ഇത്രയും ഒടിഞ്ഞ് മുറിഞ്ഞു പോയി മോനെ. അപ്പോഴേ നമുക്ക് കുഴപ്പമില്ല, നമുക്കിനി കിളച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഇത് കണ്ടോ, ഇതാ അതിൻ്റെ ബാക്കിയെന്ന് തോന്നുന്നു. അപ്പോൾ വള്ളി കട്ട് ചെയ്യാൻ പിച്ചാത്തി എടുത്തില്ലായിരുന്നില്ലയോ. ഇത് പിടിക്കേ, കുന്താലി വെച്ച് നമുക്കിനി വള്ളി കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കുന്താലി വെച്ച് ഞാൻ വള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തടുത്തോട്ട് പോകാം. അപ്പോഴൊരു നനകിഴങ്ങ് ഇത് നോക്കി ഞാനൊരു ഗ്രോ ബാഗിനകത്ത് വെച്ചിരുന്നായിരുന്നു കേട്ടോ. അപ്പോഴും മോൻ അങ്ങോട്ട് പോയത് കാരണം അത് ഗ്രോ ബാഗ് കാണിക്കാൻ പറ്റിയില്ല. ഇത് കണ്ടോ, ഇതിൻ്റെ നാരൊക്കെ കഴിഞ്ഞ് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഒരു ഗ്രോ ബാഗിനകത്ത് ഒരു കിഴങ്ങ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളായിരുന്നു ഇത്രയും കിട്ടിയത്. ഇവിടെ ഒരു 10 മൂടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കേ, നമുക്ക് എന്തുമാത്രം കിട്ടുമെന്ന്. അതും വിഷമില്ലാത്ത നമ്മൾ രാസവളങ്ങളൊന്നും ചേർത്തിട്ടില്ല. കരിയില കമ്പോസ്റ്റും ചാണകപ്പൊടിയും കരിയില ഒരുപാട് ഒരു പകുതി ഗ്രോ ബാഗ് നിറച്ച് ഞാൻ കരിയില നിറച്ചിട്ട് അതിനകത്താണ് ഇത് വെച്ച് കൊടുത്തത്. കരിയില കമ്പോസ്റ്റും ചാണകപ്പൊടി ഇട്ടിട്ടു. ചേമ്പിനകത്ത് നമുക്ക് വല്ലതും ഉണ്ടോ നോക്കാം. ചേമ്പ് നമുക്ക് കിളയ്ക്കാൻ സമയമായിട്ടില്ല, 1 മാസം കൂടെ കഴിയണം. കാര്യമെന്ന് വെച്ചാൽ നമ്മൾ താമസിച്ചായിരുന്നു ചേമ്പ് നട്ടിരുന്നത് കേട്ടോ. അപ്പോൾ ചേമ്പ് ഞാൻ മൊത്തത്തിൽ പിഴുന്നില്ല. അപ്പോഴേ നമുക്ക് കിളച്ച് ഒരു ഭാഗം ഒന്ന് കിളച്ച് നോക്കാം. അതിന് നമ്മുടെ വിത്തൊക്കെ നല്ല വലുപ്പം വെച്ചോന്നൊക്കെ അറിയുകയും ചെയ്യാമല്ലോ. അപ്പോൾ കാർത്തികയൊക്കെ അല്ലയോ വരുന്നത്, നമുക്ക് ഇതിനകത്തൊക്കെ വല്ലതും ഉണ്ടോയെന്നും നമുക്കൊന്ന് നോക്കുകയും ചെയ്യാമല്ലോ. അതിന് വേണ്ടിയിട്ട് കൂടാണ് ഇന്ന് ഞാൻ കാപ്പിക്ക് രാത്രിത്തെ കാപ്പി നമുക്ക് പുഴുക്കെടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ വേരൊക്കെ നല്ല വേര് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ ചേമ്പിൻ്റെ വിത്ത് നല്ല കനം വെച്ചിട്ടില്ല കേട്ടോ. കനം വയ്ക്കാൻ ഇനി 1 മാസം കൂടെ കഴിയും. എങ്കിലും കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം ഒരു പുഴുക്കിനുള്ള കാര്യങ്ങളൊക്കെ ഒത്തിട്ടുണ്ട്. ഇത് ഒരു ചേമ്പ് ഞാൻ മൊത്തത്തിൽ കിളച്ചിട്ടില്ലേ, ഒരു ഭാഗം ഞാൻ കിളച്ച് നോക്കിയതായിരുന്നു. അപ്പോൾ നനകിഴങ്ങായി, ചേമ്പായി, കിഴക്കയായി, പുഴുക്കിനുള്ള വക എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും വേണ്ടി വന്നില്ല, കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് കണ്ടോ, കഴുകി മണ്ണൊക്കെ കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോല് ഇളക്കിയിട്ട്, അതായത് അതിൻ്റെ ആ ചീകി അങ്ങ് കളയണം, പുറത്തെ തോല്. എന്നിട്ട് നമുക്ക് പുഴുങ്ങാനായിട്ട് വയ്ക്കാം. നനകിഴങ്ങ് നമ്മൾ വൃത്തിയാക്കുമ്പം അതിൻ്റെ പുറത്തെ നാരെല്ലാം ഇതുപോലൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയണം. നല്ല നാര് കാണും അതിൻ്റെ പുറത്തൊക്കെ. അത് നമ്മൾ കഴുകിയാലും ഒന്നും പോത്തില്ല. പിച്ചാത്തിക്ക് തന്നെ എടുത്തിട്ട് വേണം കട്ട് ചെയ്ത് കളയാൻ. ഇങ്ങനെയൊന്ന് ജസ്റ്റ് ആ തോല് മാത്രം ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ടാൽ മതി. എന്നിട്ട് വേവുമ്പോൾ അത് ഇങ്ങനെ തോലിളക്കി ഈസി ആയിട്ട് തന്നെ തോലിളക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അടപ്പയിലായിട്ടുണ്ട് ആൾ കേട്ടോ. അങ്ങനെ ഞാൻ ഗ്യാസിലൊന്നുമല്ല വെച്ചത്, രാത്രിയായാലും കുഴപ്പമില്ല, അടപ്പയിലോട്ടങ്ങ് വെച്ച് കൊടുത്തു. അപ്പോഴിങ്ങനെ തിളച്ച് വരുന്നുണ്ടേ. എന്നിട്ട് നമുക്കൊരു ഇച്ചിരി ഉപ്പ് ഒഴിക്കണം. തിളച്ചതിന് ശേഷം മാത്രമേ ഉപ്പ് ഒഴിക്കാവൂ കേട്ടോ. അപ്പോഴും ഞങ്ങളങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ കാപ്പിക്കുള്ള പുഴുക്കായിട്ടുണ്ട്. അപ്പോഴും ഞാൻ സവാള ഉള്ളി അച്ചാറിടുന്ന വീഡിയോ ഞാൻ കാണിച്ചിരുന്നു. സവാള ഉള്ളി അച്ചാറും പുഴുക്കും. ഇത് കണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോഴെൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ബെല്ലൈക്കൺ ഞെക്കാനും ഒന്നും മറക്കണ്ട കേട്ടോ. ഓക്കെ, താങ്ക് യു.